സോളാർ വിഷയത്തിൽ ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട് നടത്തിയ സമരം സിപിഎം നേതൃത്വം തന്നെ ഇടപെട്ട് ഏകപക്ഷീയമായി അവസാനിപ്പിക്കുകയായിരുന്നുവെന്ന വെളിപ്പെടുത്തൽ സിപിഎം നേതൃത്വത്തിനേറ്റ വലിയ തിരിച്ചടിയായി. മുതിർന്ന മാധ്യമപ്രവർത്തകനും മലയാള മനോരമയുടെ തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫുമായിരുന്ന ജോൺ മുണ്ടക്കയമാണ് അത്യന്തം രാഷ്ട്രീയ പ്രാധാന്യമേറിയ ഈ തുറന്നുപറച്ചിൽ നടത്തിയിരിക്കുന്നത്. സമരം തീർക്കാൻ ഇടപെട്ടത് രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. സമരം ഏത് വിധേനയും അവസാനിപ്പിക്കണമെന്നും അതിനായി ഉമ്മൻചാണ്ടിയോട് സംസാരിക്കണമെന്നും ജോൺ ബ്രിട്ടാസ് ആവശ്യപ്പെട്ടു എന്നാണ് ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ. മലയാളം വാരികയിലെ സോളാർ സത്യത്തെ മറച്ച സൂര്യഗ്രഹണം എന്ന ലേഖന പരമ്പരയിലാണ് അത്യന്തം സ്ഫോടനാത്മകമായ ഈ വിധം പരാമർശങ്ങളുള്ളത്. ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയ സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നതിൽ CPM പ്രവർത്തകർ കടുത്ത നിരാശയിലായിരുന്നു. എന്നാൽ CPM നേതാക്കൾ ഇടപെട്ട് അന്ന് ആ സമരം അവസാനിപ്പിക്കുകയായിരുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമായതോടെ കടുത്ത അസംതൃപ്തിയിലാണ് CPM പ്രവർത്തകർ. സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിലെ അണിയറ നാടകങ്ങളെക്കുറിച്ച് ജോൺ മുണ്ടക്കയം വെളിപ്പെടുത്തുന്നത് ഈ വിധത്തിലാണ്. സോളാർ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ തയ്യാറാണെന്ന് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേരത്തെ അറിയിച്ചിരുന്നതാണ്. ആ വിവരം ഒരിക്കൽ കൂടി മാധ്യമപ്രവർത്തകരെ അറിയിച്ചാൽ സമരം പിൻവലിക്കാൻ CPM ഒരുക്കമാണെന്നാണ് ബ്രിട്ടാസ് അറിയിച്ചത്. ഈ വിവരം ഉമ്മൻചാണ്ടിയെയും കുഞ്ഞാലിക്കുട്ടിയെയും അറിയിച്ചു. തുടർന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോടിയേരി ബാലകൃഷ്ണനുമായി സംസാരിച്ചു. പിന്നീട് ഇടത് പ്രതിനിധിയായി NK പ്രേമചന്ദ്രൻ UDF നേതാക്കളെ കണ്ടു. അങ്ങനെയാണ് ഒത്തുതീർപ്പ് ഫോർമുല ഒരുങ്ങിയതും സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം പിൻവലിച്ചതും. ഈ നീക്കങ്ങൾക്കെല്ലാം ഇടനിലക്കാരനായി നിന്നത് ജോൺ ബ്രിട്ടാസ് ആയിരുന്നു. സമരമുഖത്ത് നിറഞ്ഞു നിന്നിരുന്ന തോമസ് ഐസക് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വിധത്തിലുള്ള ഒത്തുതീർപ്പ് നീക്കങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. സമരം ഒത്തുതീർപ്പായത് തോമസ് ഐസക് അറിഞ്ഞത് തന്നെ ചാനലുകളിൽ നിന്നും വിളിച്ചറിയിച്ചപ്പോൾ മാത്രമായിരുന്നു. ഇത്തരം വെളിപ്പെടുത്തലുകൾ CPM നേതൃത്വത്തിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. സോളാർ സമരത്തിൽ ഇത്തരം നീക്കങ്ങൾ നടന്നുവെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ അംഗീകരിച്ചിട്ടുണ്ട്. ഈ സംഭവ വികാസങ്ങൾ കേരള രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ വിവാദങ്ങൾക്കാണ് അരങ്ങൊരുക്കിയിരിക്കുന്നത്. മുഖം രക്ഷിക്കാനുള്ള പ്രതികരണങ്ങളുമായി ജോൺ ബ്രിട്ടാസ് MP രംഗത്തെത്തിയത് ഈ സാഹചര്യത്തിലാണ്. മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയവുമായി സോളാർ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് ജോൺ ബ്രിട്ടാസിന്റെ പ്രതികരണം. സമരം അവസാനിപ്പിക്കാനായി അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് തന്നെ ബന്ധപ്പെട്ടത്. കൈരളി TVയിൽ അന്ന് പ്രവർത്തിച്ചിരുന്ന ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിലേക്ക് വിളിച്ചാണ് തിരുവഞ്ചൂർ അന്ന് സംസാരിച്ചതെന്നും അല്ലാതെയുള്ള പ്രചരണങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നുമാണ് ജോൺ ബ്രിട്ടാസിന്റെ വിശദീകരണം. അതേസമയം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറല്ലെന്നാണ് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയത്. എന്തുതന്നെയായാലും സമീപകാലത്ത് CPM നേതൃത്വത്തിനേറ്റ മറ്റൊരു രാഷ്ട്രീയ ആഘാതമായി ഈ വെളിപ്പെടുത്തലുകൾ ഇതിനോടകം മാറിക്കഴിഞ്ഞിട്ടുണ്ട്.